ഹായ് ഫ്രണ്ട്സ്, ഞാൻ തയ്യാർ ചെയ്യാൻ പോകുന്നത് പീച്ചിങ്ങ ഫ്രൈ ആണ്. വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പീച്ചിങ്ങ നല്ല കഴുകിയതിന് ശേഷം നമുക്ക് തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. ഞാനിപ്പോൾ തോലൊക്കെ ചെത്തി മാറ്റിയിട്ടുണ്ട്. നമുക്കിനി പീച്ചിങ്ങ റൗണ്ട് ഷേപ്പിലായിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്രൈ ചെയ്യാനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതിനാണ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല തയ്യാർ ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അരിമാവാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങയിലോട്ട് നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം. പൊടിയെല്ലാം നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പീച്ചിങ്ങയിലോട്ട് തേച്ച് പിടിപ്പിക്കണം. ഫ്രൈക്ക് എരിവ് ആവശ്യമാണെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ അവോയ്ഡ് ചെയ്യാം. അതിന് പകരമായിട്ട് സാദാ ചില്ലി പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് വെയിലത്തിൽ വെച്ചേക്കാം. അപ്പോൾ അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിൽ തന്നെ മസാല നല്ല പിടിച്ച് ഇരിക്കുന്നതാണ്. വെയിലത്ത് വയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല, നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെച്ച ശേഷം ഉപയോഗിക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് ഓരോന്നായിട്ട് പീച്ചിങ്ങ ഇട്ട് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മളിപ്പോൾ ഇതിനോടൊപ്പം കടലമാവ് ഒന്നും ചേർക്കുന്നില്ല, വെറും അരിപ്പൊടിയിലാണ് ഇത് തയ്യാർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണിത്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്ക് ചോറിനോടൊപ്പം മാത്രമല്ല, വെറുതെ കൂടി കഴിക്കാവുന്നതാണ്. നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. നല്ല ക്രിപ്സി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റിയ ഒരു ഫ്രൈ ആണിത്. ഇപ്പോൾ നമ്മുടെ പീച്ചിങ്ങ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാവുന്നതാണ്. തണുത്താൽ അത്ര നല്ലതല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.